മലബാർ പത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും KN ആട് ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, KN ആട് ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ തന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത സപ്പോർട്ട്. ഏകദേശം 6000-ന് മുകളിൽ നമുക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ അന്ന് വന്ന അത്ര ആടുകളില്ല, അപ്പോൾ ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശനിയാഴ്ച വരാണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു 100 ആടുകൾ, ഒരു 98 ആടുകൾ എന്ന് അവർ പറഞ്ഞത്. 100 ആടുകൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ KN ആട് ഫാമിലുണ്ട്. ആ ആടുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അറിവുകൾ കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതേപോലെ ആക്കിയ കത്താർക്കാന് ഇതിനൊക്കെ ഉള്ളതാണ്. ഇത് 2 വയസ്സായ ആടുകള്. ഇത് നമ്മളെ KN ആട് ഫാമിന്റെ മുതലാളിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. പല്ല് പറഞ്ഞ ആടുകളാണ്. ഇനി ഉദയത്തിന് ആണെങ്കിൽ നമ്മളെ ഈ വീഡിയോയിൽ നമ്മൾ എന്താവും ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കും. എല്ലാം നല്ല കുറ്റന്മാര് 2 വയസ്സായ ആടുകളാണ്. എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. വളർത്താനാണെങ്കിലും മീറ്റ് ആവശ്യത്തിനാണെങ്കിലും ആദ്യം മരണവർക്ക് വില കുറവേക്കാറില്ല. ലാസ്റ്റൊക്കെ ചിലപ്പോ വില കൂടും. പെരുന്നാളൊക്കെ ആവുമ്പോ പിന്നെ നമ്മളെ ഇറച്ചി പണ്ണാട് വില കുറവാണ്. ആ വില കുറച്ച് കൊടുക്കും. കുറ്റന്മാരി ആസ്തിയാണ്. പിന്നെ മലബാരി ആടാളല്ലേ? ഒരു മലബാരി ആടാള് ഇവിടെ മലബാരിയാണ്. ഇവിടെ മെയിൻ അടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളർത്താൻ വേണമെങ്കിൽ പറ്റും. നല്ല ആടുമുട്ടികള് ഉണ്ട്. ഇതിലുണ്ട്, എല്ലാം ഉണ്ട്. മലബാറുണ്ട്, രാജസ്ഥാൻ. അജ്മീർന്നാണ് കൊണ്ടുവരുന്ന സാധനം. അജ്മീർന്നല്ലേ? നല്ല നല്ല ആടുകൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. നല്ല അവര് അവിടെ പോയിട്ട് എടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പെരുന്നാക്ക് വളർത്താറക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ. എല്ലാ കൂട്ടില് ആ പെണ്ണാട് കുട്ടികളെ വളർത്താൻ പറ്റിയതൊക്കെയാണ്. വളർത്താൻ പറ്റിയതല്ലേ? ഇപ്പൊ സാധനം പേരും കഴിഞ്ഞു തുടങ്ങി. ഇനി പുതിയ ലോഡ് ഇനി വരാണ്ട് ലോഡ് സാധനം വരും. 2 വയസ്സായതാട്ടോ. ഇത് കിലോ വെക്കണത് ഇപ്പൊ 4 MB 4 MB അല്ലേ? ലൈവ് ആയിട്ട് ഇപ്പൊ വില പറയണ്ട് 450 ഇപ്പൊ വില പറയണ്ട്. 500 വെക്കണ്ട്. 4 MB കൊടുക്കും. 4 MB കൊടുക്കും. 4 MB ആടുവാണെങ്കിൽ ചിലപ്പോ കുറച്ചും വെക്കട്ടെ. അത് വേറെ ആളുകളെ മടക്കി വിടൂല. വന്ന ആൾക്കാരെ ഭാവക്ക് എന്തായാലും ഇവിടുന്ന് മടക്കി വിടൂല. എന്തായാലും 500 രൂപ ആവും. 500 രൂപ ആവും. മൂപ്പയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ സീസൺ ആവുമ്പോ വില കൂടും. ഒരെണ്ണം വരുമ്പോഴേ അതിലൊരു 5 ഒക്കെ ഉണ്ടാവുള്ളൂ. 2 വയസ്സായ പല്ലൊരെണ്ണാടുകള്. അങ്ങനെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് സാധനം വന്നുകൊണ്ടിരിക്കണോണ്ട് ഇങ്ങനെ നിർത്തണ്ടാണ്. 2 വയസ്സായതൊക്കെ അതിലിപ്പോ 2 വയസ്സായതൊക്കെ കണ്ടമാനാടുകളുണ്ട്. പിന്നെ കുട്ടന്റെ ഇറച്ചി 260 രൂപ, 270 രൂപ, 280. നല്ല കുട്ടൻ. അതായത് ആളുകൾ കാണിച്ചറിഞ്ഞ സാധനമാണ് അറുത്ത് കൊടുക്കുക. ഇപ്പൊ ആട് വന്നുകൊണ്ട് 10 എണ്ണന്മാർക്ക് ഏതായാലും ആ 10 എണ്ണം അറുത്ത് കൊടുക്കുള്ളൂ. നിങ്ങള് കാട്ടി തരുന്ന സാധനം ഇറക്കുള്ളൂ. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഒരു ആടിനെ ലൈവായിട്ട് നമ്മൾ തൂക്കുന്നത് കാണും. ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ കാണിക്കുമ്പോ അവരെ ഈ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞു പിടിക്കാണ് അവർക്ക് ഇഷ്ടമുള്ളത്. അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കൂട്ടത്തിൽ നിന്ന് അവർ പിടിച്ചിട്ടുണ്ട്. തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ്. കോയപ്പാപ്പാന്റെ നേർച്ചക്കുള്ള അല്ലേ? നേർച്ച കഴിഞ്ഞു. നാളത്തെ രാവിലത്തെ കറിക്ക്. മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ലൈവായിട്ട് നമ്മൾ തൂക്കുന്നതാണ്. അപ്പോൾ ആടിനെ ഇവിടെ അവർ മെഷീനിൽ കയറ്റി ആണോ 25 കിലോനെ ഇപ്പോൾ കാണിക്കുന്നത് ബോഡി വെയിറ്റ്. കച്ചവടം ഉറപ്പിച്ചു അവര്. അങ്ങനെ കച്ചവടമായി. അപ്പോൾ ഇനി അടയാളം ഇതാണ്. അവർ നാളെ കൊണ്ടുപോകുള്ളൂ. ബോഡി വെയിറ്റ് 25 കിലോ ഉണ്ട് ബോഡി വെയിറ്റ്.